ഹായ് ഹലോ അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ ഒരു പുതിയൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ മുന്നത്തെ ഒരു ചാനലുണ്ട്, അപ്പോൾ അതിൽ ചെറിയൊരു പ്രോബ്ലമൊക്കെ ആയതിന് ശേഷം ഞാനൊരു വീണ്ടും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെപ്പോലെയുള്ള അവരുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരിങ്ങനെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഫുള്ള് ഈ കിച്ചൺ വീഡിയോയും കാര്യങ്ങളും മാത്രമായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്നും ഉണ്ടാവില്ല. എന്നും നമ്മുടെ ഈ ഒരു അടുക്കളയും കുക്കിങ്ങും കാര്യങ്ങളും മാത്രമായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പറഞ്ഞത് തന്നെ പറയണമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്താ പറയേണ്ടത് ഒന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ ചായക്കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നൂൽപുട്ടും ഗ്രീൻ പീസ് കറി ആയിരുന്നു. അപ്പോൾ രാവിലെ മക്കൾസും എല്ലാവരും പോകാൻ തിരക്ക് കൂട്ടിയപ്പോൾ വേഗം കുറച്ച് വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കണതും കറി ഉണ്ടാക്കണതും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വേഗം ഞാനൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് മക്കളെയൊക്കെ ചായ കുടിയും ഒക്കെ കഴിഞ്ഞ് അവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കറി, ഗ്രീൻ പീസ് കറിയും നൂൽപുട്ടും. അങ്ങനെ അത് അവിടെ വെച്ചിട്ട് അതൊക്കെ അവിടെ എടുത്ത് പാത്രമൊക്കെ കഴുകി വെച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റിയാണ്. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റിയാലൊക്കെ ഇതുപോലെ കൊട്ടക്കൈയിലുണ്ടാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷർ ഊരിയിട്ട് പിന്നെ അങ്ങനെ കമിഴ്ത്തി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എളുപ്പം ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുക്കർ മെല്ലെ കമിഴ്ത്തി വെച്ചാൽ മതി കേട്ടോ. അതിന് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വാഷർ മാറ്റുക, എന്നിട്ട് അങ്ങോട്ട് കമിഴ്ത്തി വെച്ചാൽ നല്ല അടിപൊളി ചോറ് കിട്ടും കേട്ടോ. വെള്ളമൊക്കെ ഇതായത് അങ്ങനെ നമ്മുടെ ചോറായി. ഇനിയിപ്പോൾ ഇതാട്ടോ മീനുണ്ട്. അയിലച്ചമ്പാനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അയിലച്ചമ്പാന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മീൻ വെച്ചിട്ട്. കാണാനൊരു ലുക്കില്ലെങ്കിലും അയിലച്ചമ്പാന് പൊരിച്ചപ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ മീൻകാരൻ പറഞ്ഞിരുന്നു എന്നോട് അത് പൊട്ടിയത് വലിയ കാര്യമാക്കണ്ട, അത് നെയ്യ് ഉണ്ടാകുമ്പോഴാണ് അത്ര അങ്ങനെ പൊട്ടുക കേട്ടോ. അപ്പോൾ വയറ് പൊട്ടിപ്പോരുക. അപ്പോൾ അവർ പറഞ്ഞു പിടയ്ക്കണം അയിലേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിടപ്പിക്കേണ്ടി വരും കേട്ടോ ഇനി. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മസാല തേച്ചൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് തലയൊക്കെ ഇട്ടിട്ട് ഞാനൊരു കറി വെക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു പുളിങ്കറി പോലെ. അപ്പോൾ കറിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മീൻകറി ആകുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ അതും മാങ്ങ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കുക പറയുമ്പോൾ അത് വെറൈറ്റി ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതാ മീനൊക്കെ ഒന്ന് കഴുകിയിട്ട് എല്ലാവരും നന്നാക്കി കഴിഞ്ഞിട്ടാണ് കഴുകുക അല്ലേ. ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നന്നാക്കിയത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ അതാ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തിട്ട് അരക്കുക. പിന്നെ നമുക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് കുരുമുളകൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുരുമുളക് കഴിഞ്ഞിക്കണ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് പിന്നെ നമ്മളെ പെരുംജീരകം ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് മസാല ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ ഒരുപാട് ഇങ്ങനെ കത്തി തട്ടിയ ഓരോ ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര നീറ്റലാട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് എന്ത് നീറിയാലും എന്താ അല്ലേ, നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ മീനിൽ മസാല വെറുതെ അങ്ങോട്ട് കയറില്ലല്ലോ, നമ്മൾ തന്നെ ഇട്ട് കുഴച്ച് മറിച്ച് പൊരിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ മീനിൽ മസാലയൊക്കെ ശരിക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങോട്ട് റെഡിയാക്കണം കേട്ടോ. അപ്പോഴത്തേനും കയ്യിൻ്റെ നീറ്റൽ കൂടി വരിക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കൈ കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ കുഴച്ചെടുത്തത്. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന കേട്ടോ. അപ്പോൾ ഈ മുളകിൻ്റെ നീറ്റൽ നമ്മൾ മുറിയിലാവുമല്ലേ, അപ്പോൾ ഭയങ്കര വേദനയും നീറ്റലായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അത്രയൊക്കെ മതി എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈപോഡ് ഞാൻ പറഞ്ഞല്ലോ പൊട്ടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ പഞ്ചാരക്കുപ്പിയുടെ മേലെ സ്റ്റാൻഡ് വെച്ചിട്ടു. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ ഈ 3 ഭാഗമായിട്ടുള്ളൊരു കറുപ്പ് കളറിൽ. പിന്നെ അപ്പോൾ അത് ഇങ്ങനെ ചെരിച്ച് വെക്കണമെങ്കിൽ വെക്കുക ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു സംഭവം. ചെറുതാണ് കേട്ടോ അപ്പോൾ അതിലാണ് ഞാനിങ്ങനെ വെക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊന്നും കാണില്ല, അതിൽ കാണാൻ കഴിയില്ല. അപ്പോൾ കറിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മാങ്ങയും മീനിൻ്റെ തലക്കെട്ട കറിയും
പൊരിച്ചതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും വേറല്ല. അപ്പോൾ ഇതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ചോറൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വിശേഷമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.